പേഴ്സണലി എനിക്ക് അതിനോട് യോജിപ്പില്ല. നിങ്ങൾ അങ്ങനെയൊന്നും എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു ചൂഷണമല്ലേ? അതെന്താണ് ആ ചൂഷണം? എന്തുകൊണ്ടാണ് മയർ ഹോൾഡിങ്സിൽ നടക്കുന്നു? ഒന്ന് പറയാം ആ ചൂഷണത്തിന്റെ കഥ. ഞങ്ങൾ കുറേ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് അറിയാം. എനിക്ക് എൻ്റെ കമ്പനിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സ്റ്റാഫുകൾ. ആക്ച്വലി ദേ ആർ മൈ ബിസിനസ്. അവരില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് ഇല്ല. എൻ്റെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അവരുടെ വെൽഫെയർ എൻ്റെ പേഴ്സണൽ ലക്ഷ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാനൊരിക്കൽ അറിഞ്ഞു എൻ്റെ ഒരു സ്റ്റാഫ് 3 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല എന്നുള്ളത്. അത് സത്യത്തിൽ എന്നെ മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുത്തി. അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രോജക്റ്റായിരുന്നു മയർ ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോ സാലറിയുള്ള എംപ്ലോയീസിന് അവരുടെ ഫാമിലിനെ കൊണ്ടുവരാൻ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പുറത്തെ കമ്പനികളിലെ എഞ്ചിനീയേഴ്സോ സെയിൽസ് എക്സിക്യൂട്ടീവ്സോ മേടിക്കുന്ന സാലറിയാണ് ഞങ്ങളുടെ കമ്പനിയിലെ ലേബേഴ്സ് മേടിക്കുന്നത്. ഞങ്ങൾ വി ആർ ഗിവിങ് ഈക്വൽ റെസ്പെക്ട് ടു ഈച്ച് ആൻഡ് എവറി വൺ. ചിലപ്പോൾ പല കമ്പനികളും സെയിൽസ് എക്സിക്യൂട്ടീവ്സോ സെയിൽസ് മാനേജറോ മേടിക്കുന്ന സാലറി ഒരു പക്ഷേ ഞങ്ങളുടെ സ്റ്റോറിലുള്ള പിള്ളേർ ചില മാസങ്ങൾ മേടിക്കാറുണ്ട്. ഞാനത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം തോന്നാറുണ്ട്. സ്റ്റാഫുകൾ എപ്പോഴും വളരെയധികം കൂട്ടിപ്പിടിക്കുന്ന ഒരു കമ്പനിയാണ്. ആസ് ഐ സെഡ്, ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ദാൻ മൈ കമ്പനി.